പ്രതീക്ഷകളൊന്നുമില്ലാത്ത യാത്രകളാണ് പലപ്പോഴും സുന്ദരമായ യാത്രകളായി മാറുന്നത്. ഈ യാത്രയും അതേപോലുള്ള ഒരു യാത്ര തന്നെയാണ്. ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ യാത്ര എങ്ങോട്ടാണെന്ന്. അതെ, കോയമ്പത്തൂരിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കുളിച്ച് റെഡിയായിട്ട് വേണം ഇവിടുന്ന് നേരെ ആദിയോഗിലേക്ക് പോകാനാണ് പ്ലാൻ. പക്ഷെ ഒരു ഐഡിയ ഇല്ല, അന്തവും കുന്തവും ഇല്ലാത്ത യാത്രയായതുകൊണ്ട് തന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ നല്ല വിശപ്പുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടുന്ന് ഫുഡും കഴിച്ച് പിന്നെ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ എത്തി ബസ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാര്യം നമ്മുടെ നാട്ടിലെ പോലെ ബസ്സിന് പേരൊന്നും അല്ലല്ലോ, നമ്പരാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ബസ്സിൽ കയറി പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നെങ്കിലും അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പോകുന്ന വഴി ബസ്സുകാരെല്ലാം ഒരു കടയിൽ നിർത്തി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമേ ബസ് എടുക്കുകയുള്ളൂ. പിന്നെ നേരെ കൊണ്ട് വണ്ടി നിർത്തിയത് ആദിയോഗിലാണ്. പുറത്തു നിന്നുള്ള കാഴ്ച വളരെ അടിപൊളിയായിരുന്നു. കാര്യം അവരുടെ കവാടം തന്നെ ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു തുടങ്ങി. ചുറ്റും വലിയ മലകൾ കൊണ്ട് ഒരു മതിൽ പോലെ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ കൃത്യ നടുവിലായാണ് നമ്മുടെ ശിവൻ ഇരിക്കുന്നത്. ആ കാഴ്ച ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറെ വീഡിയോ എല്ലാം പകർത്തിയെങ്കിലും മതി വരാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അതെല്ലാം. ക്യാമറയിൽ കാണുന്ന കാഴ്ചകളൊന്നും അല്ല, കണ്ണിലൂടെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അതൊരിക്കലും പറഞ്ഞൊരാളെ മനസ്സിലാക്കാനും കഴിയാത്ത രീതിയിലുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് പുറകിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടത്. ഇതിന്റെ പുറകിൽ എവിടെയോ ആയി ഒരു യോഗ ഹോൾ ഉണ്ട്, അവിടെ പോയ അടിപൊളി ഫീലാണെന്ന്. പിന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം നേരെ വെച്ച് പിടിച്ചത് അങ്ങോട്ടാണ്. ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത്. കാളവണ്ടി പോകേണ്ടവർക്ക് അങ്ങനെയും അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പോകുന്നവരെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് ടാറ്റ തന്നിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പോകുന്ന വഴിയെല്ലാം കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഇവരുടെ കീഴിൽ തന്നെയുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണും ബാഗെല്ലാം വാങ്ങി വെച്ചു. അതിനുശേഷം മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു വലിയ സെറ്റപ്പാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചയല്ല. ഇവിടെ പോകുന്ന എല്ലാവരും അവിടെ പോകാതിരിക്കുകയേ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി യോഗയ്ക്ക് ഇരുന്നാൽ ഒരു 15 മിനിറ്റോളം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇരുത്തും. ആ ഒരു ഫീല് അത് അടിപൊളിയാണ്. ഉറപ്പായിട്ടും അത് അനുഭവിക്കാതെ ഒരിക്കലും പുറത്തേക്ക് വരരുത്. ആ യോഗ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അതൊരു ഒന്നൊന്നര ഫീലാണ്. ഗൈസ്, വിഷയിൽ വരുമെങ്കിൽ യോഗ സെന്ററിലും കയറണം. അടിപൊളിയാണ്. അവിടെ ഒരു 15 മിനിറ്റ് നമ്മളെ യോഗക്ക് വേണ്ടി അടിപൊളി ഫീലാണ്. അത് കിട്ടാൻ വേണ്ടി മാത്രം എന്തായാലും യോഗ സെന്ററിൽ കയറിയിരിക്കും.